രചിച്ച് എഴുതിയ ഒരു തൈ നടാം എന്ന കവിത 3-4 വരി ഒപ്പം ചൊല്ലി. ഒരു തൈ നടാം നമുക്കൊരുമിച്ചു നീങ്ങാം, ഈ ധ്വനി ഞങ്ങൾക്ക് ജീവിത പാഠം. ഒരു തൈ നടാം നമുക്കൊരുമിച്ചു നീങ്ങാം, ഈ ധ്വനി ഞങ്ങൾക്ക് ജീവിത പാഠം. നിശ്വാസവായുവിനാധാരമാകും പ്രകൃതീശ്വരിയെ നമിക്കുന്നു ഞങ്ങൾ. നിശ്വാസവായുവിനാധാരമാകും പ്രകൃതീശ്വരിയെ നമിക്കുന്നു ഞങ്ങൾ. ഒരു തൈ നടാം നമുക്കൊരുമിച്ചു നീങ്ങാം, ഈ ധ്വനി ഞങ്ങൾക്ക് ജീവിത പാഠം. ഈ ധ്വനി ഞങ്ങൾക്ക് ജീവിത പാഠം. പ്രിയമുള്ളവരെല്ലാവർക്കും നമസ്കാരം. എന്നോടൊപ്പം ഉള്ളതിപ്പം ജെസ്സി NS, പുൽപ്പള്ളി കല്ലുവേൽ ജയശ്രീ സ്കൂളിലെ അധ്യാപികയാണ്. ഈ അടുത്ത കാലത്ത് ഒരു കവിതാ സമാഹാരം പുറത്തിറക്കി, ഹൃദയ രേഖകൾ എന്ന പേരിൽ. അതിലൊരു കവിതയാണ്, അതിൻ്റെ ഒരു കുറച്ച് വരികളാണ് നമ്മൾ കേട്ടത്. ടീച്ചറെ, ഈ കവിതയുമായിട്ട് എങ്ങനെ ഈ സമീപകാലത്താണോ ഇതിനോടുള്ള ഒരു താല്പര്യമൊക്കെ വന്നു തുടങ്ങിയത്? ഇല്ല, ഞാൻ പഠിക്കുന്ന കാലം മുതലേ എനിക്ക് കവിത ഭയങ്കര ഇഷ്ടമുള്ളൊരു പണ്ടേ എഴുതാറുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും സൂക്ഷിച്ചു വെക്കാറില്ലായിരുന്നു. ഇതിനകത്ത് ഒരുപാട് കവിതകൾ കാണുന്നുണ്ട്. ഏകദേശം എത്ര കവിതകൾ ഉണ്ടാവും ഇതിനകത്ത്? ഇതിലൊരു 43 കവിതകൾ വെച്ചിട്ടാണ്. ഇത് എത്ര കാലം കൊണ്ട് തയ്യാറാക്കിയതാ? ഇത് ഏകദേശം ഒരു വർഷം. ഒരു വർഷത്തെ നമ്മുടെ പരിശ്രമമാണ് അല്ലേ? പരിശ്രമം എന്ന് പറയുമ്പോൾ ഞാൻ ഇരുന്ന് കവിത എഴുതാറില്ല. എനിക്ക് ഒരു 5 മിനിറ്റ് എനിക്കൊരു കവിത എഴുതാനുള്ള സമയം. അതായത് പെട്ടെന്ന് ചിലപ്പോൾ ഞാൻ നടക്കുന്ന സമയത്തായിരിക്കും മനസ്സിലെപ്പോഴും ഒരു കവിത. പിന്നെ ഉള്ളത് ഇപ്പോഴത്തെ പ്രശ്നങ്ങളെല്ലാം നമ്മുടെ മനസ്സിനെ ഭയങ്കരമായിട്ട് വേദനിപ്പിക്കുന്നുണ്ട്. ചിലത് സന്തോഷിപ്പിക്കുന്നുണ്ട്. ഈ പുസ്തകത്തിലെ കൂടുതലും ഏത് വിഷയങ്ങളാണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഇതിലെല്ലാ വിഷയമുണ്ട്. അതായത് പ്രകൃതിയുണ്ട്, വിരഹമുണ്ട്, പ്രണയമുണ്ട്, ജീവിതമുണ്ട്, ജനനമുണ്ട്, മരണമുണ്ട്. ജീവിതത്തിന്റെ സമസ്ത ഭാവങ്ങളെയും ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെയാണ്. പിന്നെ ഉള്ളത് ഇതില് കളരി എന്ന് പറയുന്ന ഒരു കവിതയുണ്ട്. അതിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ട്, നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന അക്ഷരത്തെ, കുട്ടികൾക്ക് ഇന്ന് എന്താ പറയുന്നത്, നമ്മുടെ മാതൃഭാഷ പോലും മര്യാദയ്ക്ക് എഴുതാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന ഞാൻ മലയാളം അധ്യാപികയാണ്. മാതൃഭാഷയെ അത്രയധികം സ്നേഹിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഇരണത്തിൽ ഞാൻ ഇങ്ങനെ കളരി എന്നാണ് കവിതയുടെ പേര്. അക്ഷരം പഠിപ്പിച്ചിരുന്നോരിടമായിരുന്ന കളരിയെ അടവുകൾ പഠിപ്പിക്കുന്നൊരിടമാക്കിയപ്പോൾ, അക്ഷരം പഠിപ്പിച്ചിരുന്നോരിടമായിരുന്ന കളരിയെ അടവുകൾ പഠിപ്പിക്കുന്നൊരിടമാക്കിയപ്പോൾ, ചുവടുകളുമില്ല, അടവുകളുമില്ല, അക്ഷരങ്ങളുമില്ലാതെ ഓടിത്തീർക്കുന്നത് എങ്ങോട്ടെന്നറിയുന്നുമില്ല. ചുവടുകളുമില്ല, അടവുകളുമില്ല, അക്ഷരങ്ങളുമില്ലാതെ ഓടിത്തീർക്കുന്നത് എങ്ങോട്ടെന്നറിയുന്നുമില്ല. ഇതുപോലെ ചെറിയ ചെറിയ വരികളാണ് ഓരോ കവിതയിലും അല്ലേ? പക്ഷേ വളരെ എന്താണ്, ആ ഒരു 4 വരിയാണെങ്കിൽ പോലും അതിലെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഏത് ഇപ്പം പറഞ്ഞു, ടീച്ചർ തന്നെ പറഞ്ഞു, പ്രകൃതി അല്ലെങ്കിൽ ജീവിതം, ഇതൊക്കെ ഇതിനകത്ത് ഓരോ കവിത ആയിട്ട് നമുക്കിത് വായിച്ചു നോക്കിയാൽ അറിയാം. എല്ലാവരും ഈ പുസ്തകം ഇത് പൂർണ്ണ പബ്ലിക്കേഷനാണ് അല്ലേ പുറത്തിറക്കിയിരിക്കുന്നത്? ആരെ പ്രകാശനം ചെയ്ത പുസ്തകം പ്രകാശനം ചെയ്തത് നമ്മുടെ പ്രശസ്ത കവി സുകുമാരൻ ചാലികത്തയാണ്. വയനാട്ടില് അങ്ങനെ കാര്യമായിട്ട് ഈ കവിതാ മേഖലയിൽ പ്രവർത്തിക്കുന്ന വനിതകൾ കുറവാണെന്ന് തോന്നുന്നു അല്ലേ? വനിതകൾ കുറവാണെന്നാണ് പറഞ്ഞു കേട്ടിരിക്കുന്നത്. എന്നാലും ഒരു ഗ്രേസി ടീച്ചറുണ്ട്. നമ്മുടെ ഈ പുൽപ്പള്ളി മേഖലയിൽ ഇപ്പം ഗ്രേസ് ടീച്ചറുണ്ട്. ഇനി നമ്മൾ അറിയാതെ എത്രയോ പേരുണ്ടാവും. ഈ സൃഷ്ടികളെല്ലാം പുറം ലോകം കാണിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവും. ഇപ്പൊ പുതിയ പുസ്തകം എന്താണ്, നമ്മൾ എന്തെങ്കിലും എഴുതി തുടങ്ങിയോ? പുതിയതും എഴുതി തുടങ്ങി. അത്
എന്താണ് ഒരു 10-25 ആയി കഴിഞ്ഞു. അപ്പൊ ഒരു ഉടനെ തന്നെ അത് പുറത്തിറങ്ങും. ഉടനെ തന്നെ ഇറക്കണം എന്നുള്ള ഒരു ആഗ്രഹമാണ് ഉള്ളത്. എങ്ങനെ ഒരു പ്രതികരണം നമ്മളെ ഈ ഒരു പുസ്തകം പുറത്തിറങ്ങി കഴിഞ്ഞത്? ഇതിന് നല്ല സാധാരണ നമ്മുടെ നാട്ടിലെ അധ്യാപകരും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ടീച്ചർ ഒരു ഇതേപോലെ ഒരു കവിതാ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണെന്നുള്ള ഒരു തിരിച്ചറിവ് ചിലപ്പം ഈ അടുത്ത കാലത്തായിരിക്കും ഈ നാട്ടുകാർ പോലും അല്ലെ? അത് ശരിയാണ്. ഞാനിങ്ങനെ പലരും എന്നോട് ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ എഴുതുവോ, ഇത്രയൊക്കെ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചിട്ടുണ്ട്. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് ഏറ്റവും വലിയ പ്രോത്സാഹനം നമ്മുടെ കുടുംബമാണ്. പിന്നെ സുഹൃത്തുക്കൾ നല്ല പ്രോത്സാഹനം നൽകി ഉള്ളത്. അപ്പൊ ഞാൻ ആദ്യം എഴുതിയത് ഒരു പ്രാർത്ഥനയായിരുന്നു. ആ പ്രാർത്ഥനാ ഗാനം നമ്മുടെ സ്കൂളുകളിലൊക്കെ ചൊല്ലി അങ്ങനെയാണത്. അതിന്റെ 4 വരികൾ പറയാം. ഹൃദയത്തിൻ കോവിലിൽ അമ്മേ നീ എന്നെ ഇരുത്തി പഠിപ്പിക്കണേ, നന്മയും തിന്മയും വേർതിരിച്ചറിയുവാൻ നീ എന്നും തുണയാവണേ, അമ്മേ നീ എന്നും തുണയാവണേ. അക്ഷരമാണറിവെന്നൊരാ സത്യമേ മനതാരിൽ മുഴങ്ങിടമേ, നല്ല വാക്കോതുവാൻ നല്ലതു ചെയ്യുവാൻ നീ എന്നും തുണയാവണേ, മാതാപിതാ ഗുരു ദൈവമെന്നോതുവാൻ മനസ്സിനെ ഒരുക്കണമേ, സ്നേഹത്തിൻ സന്ദേശം പകരുവാൻ ഞങ്ങൾക്ക് ശക്തി തന്നനുഗ്രഹിക്കൂ, അമ്മേ ശക്തി തന്നനുഗ്രഹിക്കൂ. ഇത് ഞാൻ തന്നെ ട്യൂൺ ചെയ്തതാണ്. എൻ്റെ ഒരു ശിക്ഷ ആക്കിയതാണ്. ഞാൻ പാട്ടുകാരിയൊന്നും അല്ല. എന്തായാലും ഇത് പല വേദികളിലും ഇപ്പം പല ഇതിലും അവതരിപ്പിച്ചിട്ടുണ്ട്. നല്ലൊരു പ്രാർത്ഥനാ ഗീതമാണ്. കാരണം അതിനകത്ത് എല്ലാം നല്ലത് വരട്ടെ, മനുഷ്യന് എല്ലാം അല്ലേ, അതാണ് അത് അമ്മ എന്നുള്ള ഒരു സങ്കല്പമുണ്ട്. പ്രകൃതി അമ്മയാണ്, നമ്മുടെ ചുറ്റുപാട് നമുക്ക് അമ്മയാണ്. അപ്പം ഈ ലോകത്ത് നമ്മൾ നിലനിൽക്കുമ്പോൾ ആ അമ്മയുടെ വാത്സല്യം, ജനനം നമ്മളെ ജനിപ്പിച്ചത് ഇതൊക്കെ അതിനേക്കാൾ ഉപരി ഭൂമിയിലേക്ക് വന്നു കഴിയുമ്പോൾ പ്രകൃതിയാണ് നമ്മുടെ അമ്മ. അപ്പോൾ ആ ഈശ്വരൻ ഒക്കെ ആ സങ്കല്പത്തെ എല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് എഴുതിയ. പിന്നെ പഴയ സങ്കല്പം മാതാപിതാ ഗുരു ദൈവം. എന്തായാലും നല്ല ഒരു കാര്യമാണ്. നമ്മുടെ നാട്ടിലെ ഇതേപോലെ അറിയപ്പെടുന്ന ഒരു കവയിത്രി കൂടി രൂപപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാ ആശംസകളും നേരുന്നു. അതുപോലെ വീട്ടിലായിരിക്കുന്നുണ്ട്? വീട്ടില് ഭർത്താവ് ജോൺസൺ വിജയ ഹൈസ്കൂളിലെ PT മാഷായിരുന്നു. മാഷ് ഇപ്പം റിട്ടയർ ചെയ്തു. ഇപ്പം നമ്മുടെ പുൽപ്പള്ളി CBSE സെന്റ് മേരീസ് സ്കൂളിൽ കായികാധ്യാപകനായിട്ട് വർക്ക് ചെയ്യുന്നു. 2 മക്കളാണ്, ആർദർ അർണോൾഡ്. ഒരു മൂത്തയാള് ബാംഗ്ലൂരിൽ ഒരു ജോലി ചെയ്യുന്നു. ഞാൻ +2 മലയാളം അധ്യാപികയാണ്. പിന്നെ ഇതിനേക്കാൾ ഉപരി നമ്മുടെ പുസ്തകം ഇറങ്ങി കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് വിറ്റ് തീർന്നു എന്നുള്ളതാണ് അതിന്റെ 2ാം എഡീഷനാണ്. ആദ്യത്തേത് പെട്ടെന്ന് തന്നെ തീർന്നു. 2ാം എഡീഷനിൽ പോലും വളരെ കുറച്ച് ബുക്കേ ഉള്ളൂ. പിന്നെ നമുക്ക് ഇതിനൊക്കെ എന്താ പറയുക, സുഹൃത്തുക്കളെക്കാളും ഉപരിയായിട്ട് നമ്മുടെ കുട്ടികൾ നൽകുന്ന പ്രോത്സാഹനം ഭയങ്കരമാണ്. എല്ലാവരും നല്ലൊരു പ്രോത്സാഹനമാണ്. അതാണ് വീണ്ടും എഴുത്തിലേക്ക് നമ്മൾ പോകുന്നതും. ഇതുപോലെ പുതിയൊരു പുസ്തകം, അടുത്ത പുസ്തകം അതിന്റെ ആ ഒരു കാര്യങ്ങളിലേക്ക് വന്നിരിക്കുന്നത് അല്ലേ? എന്തായാലും അഭിനന്ദനങ്ങൾ. സ്കൂളില് നല്ല പ്രോത്സാഹനമുണ്ട്. അതിനേക്കാൾ ഉപരി നിങ്ങളെ പോലുള്ള പത്രമാധ്യമങ്ങളെല്ലാം നമുക്ക് വേണ്ട സഹായങ്ങളും അനുഗ്രഹങ്ങളും പ്രോത്സാഹനങ്ങളും നൽകുമ്പോൾ നമുക്ക് വളരെ മുന്നോട്ട് പോകാനൊരു ആർജവം. ആദ്യത്തെ പുസ്തകം വൻ വിജയമായി. 2ാമത്തെ പുസ്തകം അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ടീച്ചറെ ഒരുപാട് ഈ മേഖലയിലെ ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു. എല്ലാ ആശംസകളും.